വിദേശ പഠനത്തിൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്നാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് വേറൊരു റൂട്ടിൽ വേറൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കരിയർ അവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ജർമ്മനി, ഓസ്ട്രിയ. ജർമ്മനിൽ നമുക്കറിയാം ബ്ലോക്ക്ഡ് അക്കൗണ്ട്, 13 years ഓഫ് സ്കൂളിംഗ്, 16 years ഓഫ് എഡ്യൂക്കേഷൻ, ഒരുപാട് കടമ്പകൾ അല്ലേ. പക്ഷേ നെയ്ബറിംഗ് നേഷനായ ഓസ്ട്രിയ, ജർമ്മൻ ഭാഷ തന്നെ സംസാരിക്കുന്ന ഓസ്ട്രിയയിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ പ്രശ്നങ്ങളോ സ്കൂളിംഗ് ഇഷ്യൂസോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരെ എൻ്റർ ചെയ്യാം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക്. അതേപോലെ തന്നെ പോളണ്ട്, ലിത്വാനിയ 4 മണിക്കൂറിൽ പോളണ്ടിന്റെ ക്യാപിറ്റലിൽ നിന്ന് ലിത്വാനിയുടെ ക്യാപിറ്റലിൽ എത്താം. വളരെ സിമിലർ ആയിട്ടുള്ള ഫീസാണ്. അതേപോലെ നെതർലാൻഡ്സ്, ബെൽജിയം. നെതർലാൻഡ്സിലെ അക്യൂട്ട് ആയിട്ടുള്ള അക്കോമഡേഷൻ ക്രൈസിസ് കാരണം ഒരിക്കലും നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി മീറ്റ് ചെയ്യാൻ പറ്റില്ല. 18 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് പെർ ഇയർ ട്യൂഷൻ ഫീ. എന്നാൽ നെയ്ബറിംഗ് നേഷനായ ബെൽജിയത്തിലോ വെറും 3 ലക്ഷം മാത്രം. പാർട്ട് ടൈം ഇഷ്യൂസും വരുന്നില്ല. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് അനേകം കുറുക്കു വഴികളുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ സ്റ്റഡി അബ്രോഡിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്.